ആളുകളെ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഷെയ്ഖുന അതിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അല്പസമയം എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നേരത്തെ പറഞ്ഞത്. എനിക്ക് ബഹുമാനപ്പെട്ടവരോട് അല്പം സംസാരിക്കാനുണ്ട്. ആരോട്? മുത്തുപ്പേട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വലിയനോട്. ചിന്തിക്കണം നിങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അദ്ദേഹം ചെയ്ത ദാവൂദുൽ ഹക്കീം എന്ന മഹാനായ വലിയനോട് എനിക്ക് അദ്ദേഹത്തോട് അല്പം സംസാരിക്കാനുണ്ട്. ആതിര പട്ടണത്തേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് മുത്തുപ്പേട്ട സിയാറത്തിന് സൗകര്യം ചെയ്തു തരണം എന്നാ. മുത്തുപ്പേട്ടയിൽ സിയാറത്തിന് സൗകര്യം ചെയ്ത് തരും എന്ന നിബന്ധനയിലാണ് അദ്ദേഹം ആതിര പട്ടണത്തിലേക്ക് യോഗത്തിന് പോയത്. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത ശേഷം ഇവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ചെയ്ത പ്രവർത്തനം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ മഹാന്മാരുമായി സംവദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്. മുസ്ലിങ്ങളെ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആരോടെങ്കിലും ഒരാളോട്, ഖബറിൽ കിടക്കുന്ന ഒരാളോട് ചോദിക്കാൻ അനുവാദമുണ്ടാകുമായിരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ അനുവാദമുണ്ടാകണമായിരുന്നു. റസൂലുള്ളയോട് ചോദിക്കാൻ അനുവാദമുണ്ടായിരുന്നു എങ്കിൽ സഹാബികൾ അവിടുത്തോട് ചോദിക്കണമായിരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിനുള്ളിലാണ്. ആ വീട്ടിനുള്ളിലായിരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചോ? ചിന്തിക്കുന്നില്ലേ?